ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. നിങ്ങൾ മനസ്സുരുകി ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രം എന്താ ഒന്നും നടക്കാത്തത് എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും മാനിഫെസ്റ്റ് ആകാത്തതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഇത് നടന്നില്ലല്ലോ എന്ന് പരാതി പറയുകയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും ഗൗരവമായി വിശ്വസിക്കുന്നുണ്ടോ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന്, അല്ലെങ്കിൽ അത് വരാൻ ഇനിയും സമയമെടുക്കുമെന്ന്? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് അത് സംഭവിക്കാത്തത്. അവിടെയാണ് നിങ്ങളുടെ തെറ്റ്. ഇത് വർക്കാവുന്നില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമായി. നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ആ ഒരു മനോഭാവം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ കഥ മാറ്റേണ്ട സമയമായിരിക്കുന്നു. പലരും വിചാരിക്കുന്നത് കുറേ വിഷ്വലൈസേഷൻ ചെയ്താലോ, കുറേ അഫർമേഷൻസ് പറഞ്ഞാലോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റിംഗ് ചെയ്താലോ എല്ലാം ശരിയാകുന്ന. എന്നാൽ നിങ്ങളൊരു കാര്യം മറന്നു പോകുന്നുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആ പഴയ കഥകൾ മാറ്റണം. നമ്മുടെ കഷ്ടപ്പാടുകൾ വെറും ഒരു കഥ മാത്രമാണ്, നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ. ആ കഥ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നടക്കുക, പക്ഷെ സത്യത്തിൽ ആ പ്രോബ്ലം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാവുമ്പോൾ അത് നമ്മളിലൂടെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹത്തിനും നമുക്കും ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് സൃഷ്ടിക്കുന്നു. ഇത് കിട്ടാൻ ഇത്ര സമയമെടുക്കും എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു. പകരം ഒരാഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ, ദൈവമേ ഇതെനിക്ക് തന്നതിന് നന്ദി, അല്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ അവസരം ലഭിച്ചതിന് ഞാൻ നന്ദിയുള്ളവളാണ് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ആഗ്രഹം ഉണ്ടായ ഉടനെ തന്നെ അതിന് നന്ദി പറയാൻ കഴിയാത്തത്? ദൈവമേ ഈ ഒരു അനുഭവം എനിക്ക് നൽകിയതിന് നന്ദി എന്ന് പറയാൻ നമുക്ക് എന്താ തടസ്സം? നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളിൽ നിന്നും വേറിട്ട ഒന്നല്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം എന്നതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു നിമിഷം കണ്ണടയ്ക്കാം. ആ ശ്വാസം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഈ ശരീരമോ നിങ്ങളുടെ ഈ മനസ്സോ അല്ല നിങ്ങളെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ തന്നെ ഭാഗമാണെന്ന് ഒന്ന് സങ്കല്പിക്കാം. നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ബോധത്തിന്റെ പ്രതിഫലനമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല എന്ന കഥയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലോകം ആ രംഗം നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നാൽ എൻ്റെ അടുത്ത് ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പ്രപഞ്ചം ആ നിമിഷം തന്നെ ആ രംഗം മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എന്നത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കഥ മാത്രമാണ്. എനിക്ക് പണമില്ല, എനിക്ക് സ്നേഹമില്ല, എനിക്ക് ഭാഗ്യമില്ല. ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചു പോരുന്ന ചില കഥകളാണ്. ഈ കഥകൾ ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങളുടെ ലോകം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന ഓരോ കാര്യവും നിങ്ങളുടെ തന്നെ ഭാഗമാണ്. ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയാൽ അവർക്ക് ദേഷ്യമാണ് എന്ന് പറയുന്നതിന് പകരം അവർക്ക് എന്നോട് വലിയ സ്നേഹമാണ്, അവർ വളരെ നല്ല ഒരാളാണ് എന്ന് മനസ്സിനോട് പറയുക. ആ നിമിഷം തന്നെ അവർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ നിമിഷത്തിലും നമുക്കിത് പരീക്ഷിക്കാൻ പറ്റും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഏറ്റവും നല്ല കഥകൾ അവരെക്കുറിച്ച് പറയാൻ ശ്രമിക്കൂ. പലരും ചോദിക്കാറുണ്ട്, സന്തോഷവും സ്നേഹവും ഒക്കെ വരാൻ എത്ര കാലം എടുക്കുമെന്ന്. 5 വർഷമോ 10 വർഷമോ? സത്യത്തിൽ പുറത്തുള്ള ലോകത്ത് നിങ്ങൾ എന്തിനാണിത് തിരയുന്നത്? സന്തോഷവും സ്നേഹവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള നിധിശേഖരമാണ്. നിങ്ങളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം സമ്മാനമായി തരികയല്ല ചെയ്യുന്നത്. പകരം ആ വ്യക്തിയെ ഒരു കാരണമാക്കി നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് വരാൻ നിങ്ങൾ തന്നെ അനുവദിക്കുകയാണ്.
അതുകൊണ്ട് പണമോ സ്നേഹമോ സമാധാനമോ എന്തോ ആകട്ടെ, അത് പുറത്തു നിന്ന് വരാൻ കാത്തു നിൽക്കരുത്. നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉറവിടം. നമുക്കൊരു പുതിയ കഥ പറഞ്ഞു തുടങ്ങാം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന അസത്യമായ കഥകൾ ഏതൊക്കെയാണ്? എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യം മോശമാണ്, അങ്ങനെയൊക്കെയല്ലേ? ഇതൊക്കെ മാറ്റേണ്ട സമയമായി. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷന് ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കഥ പറയുന്ന രീതിയിലാണ് പ്രശ്നം. നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കരുത്, പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എൻ്റെ ആഗ്രഹം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണ മനസ്സോടെ പറയുക. അത് കിട്ടാൻ വേണ്ടി ദൈവത്തോട് ചോദിക്കരുത്, പകരം അത് തന്നതിന് നന്ദി എന്ന് പറയുക. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ വസ്തുവിനെയും സ്നേഹത്തോടെ നോക്കൂ. നിങ്ങളുടെ പഴയ വണ്ടിയാണെങ്കിലും ചെറിയ വീടാണെങ്കിലും അതിനോട് നന്ദി പറയൂ. ഇത് എനിക്ക് തന്നതിന് നന്ദി. ഇത് എത്ര മനോഹരമാണ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ മനോഹരമായ കാര്യങ്ങൾ നൽകും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാകും. ഈ മാറ്റമാണ് നിങ്ങളുടെ പുതിയ ലോകം. ഇനി നിങ്ങളുടെ പഴയ കാറിനെ നോക്കി എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഒരു വണ്ടി ഉണ്ടല്ലോ, ഇത് എത്ര മനോഹരമാണ് എന്ന് പറയാൻ ശീലിക്കൂ. ലോകത്തോട് സ്നേഹത്തോട് സംസാരിക്കൂ. അപ്പോൾ ഈ ഭൂമി തന്നെ നിങ്ങൾക്ക് സ്വർഗമായിട്ട് മാറും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ മാറ്റമാണ് പുറത്തെ ലോകത്തെ മാറ്റുന്നത്. ആ ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്